നമസ്കാരം. കർമ്മൽ വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് തബീത സാം. പ്രധാന വാർത്തകളിലേക്ക്. ഇന്ന് 2024 ജൂൺ 23 കർമ്മൽ പെന്തക്കോസ്റ്റ് ഈസ്റ്റ്ബോൺ ചർച്ച് തുടങ്ങിയിട്ട് ഒരു വർഷം പിന്നിടുന്നു. 21ാമത് MBA നാഷണൽ കോൺഫറൻസ് കർമ്മൽ പെന്തക്കോസ്റ്റ് ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ ഹേവാർഡ്സ് ഹീത്തിൽ അർഡിംഗ്ലിയിൽ വെച്ച് നടത്തപ്പെട്ടു. 2024 മെയ് 12-നും 19-നും കർമ്മൽ പെന്തക്കോസ്റ്റൽ ചർച്ച് ഇലക്ഷൻ നടത്തപ്പെട്ടു. സഭയ്ക്ക് സ്വന്തമായി സഭാ ഹാൾ വാങ്ങുന്നതിനായുള്ള പണസമാഹരണം തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. സഭയ്ക്ക് കർമ്മൽ പെന്തക്കോസ്റ്റ് ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ പല സ്ഥലങ്ങളിലായി നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഔട്ട്റീച്ച് മിനിസ്ട്രിയിലേക്ക് ചർച്ച് മിനിസ്റ്റർ പാസ്റ്റർ റോയ് എല്ലാ വിശ്വാസികളെയും ആഹ്വാനം ചെയ്യുന്നു. 2024 ഓഗസ്റ്റ് 5 മുതൽ 5 ദിവസം തുടരുന്ന സ്കോട്ട്ലൻഡ് ഉല്ലാസയാത്രയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സഭാ നേതൃത്വം സ്വാഗതം ചെയ്യുന്നു. ഭോപ്പാലിൽ നിന്ന് തങ്ങളുടെ പേരക്കിടാങ്ങളെ കാണുവാനായി UK എത്തുകയും തങ്ങളുടെ കാലാവധിക്ക് 1 മാസം മുന്നേ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് യാത്രയാകുന്ന മിസ്റ്റർ KJ മാത്യു ഈസ്റ്റ്ബോൺകാരുടെ സ്വന്തം പപ്പയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ലോകവാർത്തകൾ. കുവൈറ്റ് തീ ദുരന്തത്തിൽ മരിച്ച 50 പേരിൽ 24 പേർ മലയാളികൾ. 2024 ജൂലൈ 4-ന് UK ഇലക്ഷൻ. വിശദമായ വാർത്തകളിലേക്ക്. ഈസ്റ്റ്ബോൺ കേന്ദ്രീകരിച്ച് തുടങ്ങിയ കർമ്മൽ പെന്തക്കോസ്റ്റ് ചർച്ചിന്റെ 1ാം വാർഷികം ഇന്ന് ഈസ്റ്റ്ബോൺ ടൂറിംഗ് സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആരാധനയും മറ്റ് കലാപരിപാടികളുടെ മധ്യേ നമ്മുടെ പ്രതിനിധി ജോൺ നമ്മളോടൊപ്പം ചേരുന്നു. ഹലോ തബിത. ഹലോ ജോൺ. ഹലോ ജോൺ, കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ തബിത? അവിടെ നടക്കുന്ന കാര്യപരിപാടികൾ, സഭാപ്രവർത്തനങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വിശദീകരിക്കാമോ? തബിത, വളരെ വാശിയേറിയ പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. വളരെ ഡാൻസുകൾ നടക്കുന്നു, വളരെ പാട്ടുകൾ നടക്കുന്നു, വളരെ അനുഗ്രഹപരമായിട്ട് ഇവിടെ പോകുന്നുണ്ട്. നമ്മുടെ ഇതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കാനായിട്ട് പാസ്റ്റർ റോയ് നമ്മുടെ ഒപ്പം കടന്നു ചേരുന്നുണ്ട്. പാസ്റ്റർ റോയ്, എന്താണ് ഈസ്റ്റ്ബോണിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഈസ്റ്റ്ബോൺ ചർച്ചിൻ്റെ 1ാമത്തെ ആനിവേഴ്സറിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ മനോഹരമായ ഒരു ആരാധന നടക്കുകയുണ്ടായി. അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ലിനോ എബ്രഹാം ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിച്ചു. ദൈവസഭകളുടെ എൽഡേഴ്സും ട്രസ്റ്റീസും അങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവരും ഒരുമിച്ച് കൂടി സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്. അത് ഞങ്ങളുടെ സഭയ്ക്ക് വളരെ സന്തോഷവും അനുഗ്രഹമാണ്. 2 സഭകളും കൂടിയുള്ള ഇന്ന് പോലത്തെ കമ്പൈൻഡ് വർഷിപ്പും അതിനുള്ള ശേഷമുള്ള പ്രോഗ്രാമുകളൊക്കെ വളരെ അനുഗ്രഹമായിട്ട് നടത്തപ്പെടുന്നു. കേൾക്കുന്നുണ്ടോ? വളരെ സന്തോഷത്തോടുള്ള വാർത്തയാണ് പാസ്റ്റർ റോയ് നമ്മോടൊപ്പം പറഞ്ഞിരിക്കുന്നത്. ബ്രദർ ആശിഷ് നമ്മുടെ ഒപ്പമുണ്ട്. ഈ ഡാൻസുകൾ കേട്ട് ആശിഷ് വളരെ തുള്ളിച്ചാടി ഇവിടെ നിൽക്കുകയാണ്. എന്താണ് നമ്മൾ ആശിഷിനോടുള്ള അഭിപ്രായം നമുക്ക് കേൾക്കാം. ബ്രദർ ആശിഷ്, എന്താണ് നിങ്ങൾക്ക് ഈ ഡാൻസ്, ഈ പാട്ട് കണ്ടിട്ട് എന്താണ് പറയാനുള്ളത്? സകല പരിപാടികളും വളരെ നന്നായിരിക്കുന്നു. ദൈവം ഞങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും ഞാൻ ഇവിടെ വന്നപ്പോൾ ചില സഹോദരന്മാർ പറയുന്നു അവർ ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന്, സ്കിറ്റൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അവരെ സഹിച്ചിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ സഹിച്ച് തന്നെ ഇരിക്കുന്നുണ്ട്. ഓക്കെ. ആശിഷിന്റെ കേൾക്കുന്നുണ്ട് തബിത? കേൾക്കാവുന്നതാണ്. തബിത, വളരെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു, വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നു. ക്യാമറമാനോടൊപ്പം അജിനോടൊപ്പം ബ്രദർ ജോൺ. പാസ്റ്റർ റോയ് ആൻഡ് റിപ്പോർട്ടർ ജോൺ, വളരെയധികം നന്ദി. വാർത്തയിലേക്ക് തിരികെ വരാം. ഈസ്റ്റ്ബോൺ സഭ വാർഷികം ആഘോഷിക്കുന്ന എല്ലാ സഭാജനങ്ങൾക്കും പ്രേക്ഷകർക്കും കർമ്മൽ ന്യൂസിന്റെ ആശംസകൾ. 2024 മാർച്ച് 29, 30, 31 തീയതികളിൽ 21ാമത് MBA കോൺഫറൻസ് അനുഗ്രഹമായി സമാപിച്ചു. മുഖ്യ പ്രഭാഷകനായി പാസ്റ്റർ ഡാനിയൽ കുന്നത്തിലും യൂത്ത് സ്പീക്കറായി ഡോക്ടർ ബ്ലസൻ മേമനെയും ലേഡി സ്പീക്കറായി സിസ്റ്റർ സാറ കോവറും വചനം പ്രഘോഷിച്ചു. 2ാം ദിനം നടന്ന മീറ്റിംഗിൽ ടാലന്റ് ടെസ്റ്റിൽ 62 പോയിന്റുകളോടുകൂടി എവർ റോളിംഗ് ട്രോഫി PC UK ഹേവാർഡ് സീത്തും വിക്ടറി വർഷിപ്പ് സെന്റർ ഫസ്റ്റ് റണ്ണറപ്പുമായി. എവർ റോളിംഗ് ട്രോഫി കരസ്ഥമാക്കിയ ഹേവാർഡ് സഭാജനങ്ങൾക്ക് കർമ്മൽ ന്യൂസിന്റെ ആശംസകൾ. രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും അനേകം വിശ്വാസികൾ വന്ന് സംബന്ധിച്ച കോൺഫറൻസ് 30-ാം തീയതി നടന്ന ഫോട്ടോഷൂട്ടോടുകൂടി പര്യവസാനിച്ചു. കോൺഫറൻസിൽ പകലന്തിയോളം അധ്വാനിച്ച പ്രിയ സഹോദരന്മാരെ മാനത്തമ്മാനമാടി സ്നേഹവും സന്തോഷവും കൈമാറി.
കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർമ്മേൽ ന്യൂസിന്റെ ആദരാഞ്ജലികൾ. ദുഃഖത്തിലായിരിക്കുന്നവർക്ക് ദൈവം ആശ്വാസം നൽകട്ടെ. 2024 മെയ് 12-നും 19-നും കർമ്മേൽ പെന്തക്കോസ്റ്റ് ചർച്ച് ഇലക്ഷൻ നടത്തപ്പെട്ടു. വാശിയേറിയ പോരാട്ടത്തിൽ ഈസ്റ്റ് ബോണിൽ നിന്നും മിസ്റ്റർ ജസ്റ്റിൻ കോർഡിനേറ്ററായും സൺഡേ സ്കൂൾ കോർഡിനേറ്ററായും മിസ്റ്റർ അനീഷ് മാത്യുവും യൂത്ത് കോർഡിനേറ്ററായി മിസ്റ്റർ സിയാം ജെയിംസും തിരഞ്ഞെടുക്കപ്പെട്ടു. കർമ്മേൽ പെന്തക്കോസ്റ്റ് സ്വന്തമായി ചർച്ച് വാങ്ങുന്നതിനായി ഓരോ വിശ്വാസിയും തങ്ങളാൽ കഴിയുന്ന പൈസ സഭാ ഫണ്ടിലേക്ക് കൈമാറണമെന്ന് സഭാ നേതൃത്വം. സഭയിലെ പ്രമുഖർ വൻ തുക വാഗ്ദാനം ചെയ്തത് മറ്റു വിശ്വാസികൾക്ക് പ്രചോദനമായി. 2 കൊരിന്ത്യർ 9:7 പറയുന്നത് പോലെ അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. പുതിയ നിയമസഭ ദശാംശമല്ല ഓഹരി കൊടുക്കണമെന്ന് സഭാധ്യക്ഷൻ. കർമ്മേൽ പെന്തക്കോസ്റ്റ് ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഔട്ട്റീച്ച് മിനിസ്ട്രി ഈസ്റ്റ്ബോൺ പട്ടണത്തിൽ ജൂലൈ 6-ന് നടക്കും. അതിന് പ്രകാരം സഭാ യൂത്ത് ലീഡർ മിസ്റ്റർ സാം ജെയിംസും കുട്ടിസംഘവും ഈസ്റ്റ്ബോൺ പട്ടണത്തിൽ ലഘുലേഖ വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു. ആഗസ്റ്റ് 5 മുതൽ കർമ്മേൽ പെന്തക്കോസ്റ്റ് ചർച്ചിന്റെ പ്രതിനിധി മിസ്റ്റർ ആശിഷിന്റെ നേതൃത്വത്തിൽ അവധിക്കാലം ആഘോഷമാക്കാൻ സ്കോട്ട്ലൻഡിലേക്ക് യാത്ര ക്രമീകരിച്ചു. സ്വന്തം വാഹനങ്ങളിൽ യാത്ര ചെയ്ത് സഭാ ജനങ്ങൾ പോകുന്നു എന്നത് യാത്രയെ വ്യത്യസ്തമാക്കുന്നു. സഭാജനങ്ങളുടെ ഒത്തൊരുമയ്ക്കും സ്നേഹബന്ധങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്നതിനും യാത്ര മുതൽക്കൂട്ടാകുമെന്ന് സഭാധ്യക്ഷൻ. വാഹനം സ്വന്തമായി ഇല്ലാത്തവർക്ക്, ലൈസൻസ് ഇല്ലാത്തവർക്കും മിസ്സിസ് ജെസ്സി റോയിയുടെ ടൊയാട്ടോ യാരിസിൽ യാത്ര ക്രമീകരിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ വാർത്താലേഖകൻ. ഭോപ്പാലിൽ നിന്ന് പേരക്കിടങ്ങളെ കാണാനെത്തിയ ഈസ്റ്റ്ബോൺകാരുടെ പപ്പ നമ്മുടെ പ്രതിനിധി ജോണുമായി ചേരുന്നു. ഹലോ തബിത. ഹലോ ജോൺ. ഞാനിപ്പം മിസ്റ്റർ പപ്പയുടെ ഒപ്പം ഞാൻ ഫ്രണ്ടിലുണ്ട്. പപ്പയ്ക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ഭോപ്പാലിലെ വൻ പ്രവർത്തനമാണ് പപ്പ നടത്തിക്കൊണ്ട് വരുന്നതാണ് നമ്മൾ അറിയാൻ സാധിച്ചത്. അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നമുക്ക് പപ്പയോട് ചോദിച്ചറിയാം. ഹലോ. വളരെ അനുഗ്രഹമായിട്ട് കടന്നു വന്ന സമയം മുതൽ ഈ സമയം വരെയും ഈ സഭയോട് ചേർന്ന് നിൽക്കാൻ കർത്താവ് സഹായിച്ചു. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മധ്യത്തിൽ ഭോപ്പാലിലെ പ്രവർത്തനം എങ്ങനെയാണ് പപ്പ കൊണ്ടുപോകുന്നത്? ഭോപ്പാലിലെ പ്രവർത്തനങ്ങൾ അനുഗ്രഹമായി നടക്കുന്ന പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാണുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഭാഷയുടെ നന്ദിയെ അർപ്പിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നല്ല വാർത്തകളാണ് നമുക്ക് പപ്പയോടൊപ്പം കേൾക്കാൻ സഹായിച്ചത്. വീണ്ടും ജോൺ പിന്നെ ചേരുന്നതായിരിക്കും. പപ്പയ്ക്ക് എല്ലാവിധ യാത്രാ ആശംസകളും നേരുന്നു. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നതിന് മുൻപായി കർമ്മേൽ പെന്തക്കോസ്റ്റ് സഭയുടെ ആരാധനയും അതിൻ്റെ സമയക്രമവും. ഈസ്റ്റ്ബോൺ ടൂറിംഗ് സ്കൂൾ ഹാളിൽ വെച്ച് എല്ലാ ഞായറാഴ്ച 9 മണി മുതൽ 12 മണി വരെ സഭായോഗവും, 12 മണി മുതൽ 1 മണി വരെ സൺഡേ സ്കൂൾ, 2 മണി മുതൽ 5 മണി വരെ ഹേവാർഡ് സീത്ത് മെത്തഡിസ്റ്റ് ചർച്ചിൽ സെക്കൻഡ് സെക്ഷൻ ആരാധനയും നടത്തപ്പെടുന്നു. ചർച്ച് മീറ്റിംഗുകളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്കായി 0797-329-9378 എന്ന നമ്പറിലേക്ക് പാസ്റ്റർ റോയുമായി ബന്ധപ്പെടുക. ഒരിക്കൽ കൂടി 0797-329-9378 എന്ന നമ്പറിലേക്ക് പാസ്റ്റർ റോയുമായി ബന്ധപ്പെടുക. അടുത്ത വാർത്ത അടുത്ത വർഷം ഇതേ ദിവസം ഇതേ സമയം. അതുവരേക്കും ഗുഡ് ബൈ.